ഞാൻ ഈ സംവാദം ആർ വി ബാബുവിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശ്രീ ആർ വി ബാബു, ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ നടുക്കിയ ഒരു സ്വർണ്ണക്കവർച്ച കേസ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോയി വലിയ പ്രതീക്ഷയിലായിരുന്നു അയ്യപ്പ ഭക്തരെല്ലാം. പക്ഷേ ഇപ്പോഴിതാ ആ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ കൂളായി തിരുവനന്തപുരത്തെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ച വേളയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ച് ആ ടീമിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞു, പ്രതികൾ ജാമ്യത്തിൽ പോകുന്നത് നോക്കണ്ട, കാരണം സമഗ്രമായ അന്വേഷണമാണ് അനിവാര്യമായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്. അന്വേഷണ സംഘം അവരുടെ ജോലി കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചത്. പക്ഷേ എങ്കിലും ഈ പുറത്തുപോക്ക് ആശങ്കപ്പെടുത്തുന്നതല്ലേ? നോക്കൂ അനിൽ നമ്പ്യാർ, തുടക്കം മുതൽ തന്നെ നമ്മുടെ ഈ കേസ് മോണിറ്റർ ചെയ്യുന്ന ദേവസ്വം ബെഞ്ച് അഥവാ ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, ആ ഡിവിഷൻ ബെഞ്ച് ഈ അന്വേഷണത്തെ സംഘത്തെ സംബന്ധിച്ച് ഒരു അപ്രിയമോ അല്ലെങ്കിൽ അസംതൃപ്തിയോ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതൊരു കാര്യമാണ്. അതിന് എന്താണ് പ്രത്യേകമായിട്ടുള്ള കാരണം എന്നെനിക്കറിയില്ല. കാരണം പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന തരത്തിൽ SITയുടെ അന്വേഷണം നടക്കുന്നു എന്ന് തോന്നാവുന്ന തരത്തിൽ നമ്മുടെ മുമ്പിൽ ഹൈക്കോടതിക്കുള്ള സംതൃപ്തി പൊതുസമൂഹത്തിനുണ്ട് എന്ന് പറയാൻ നിവൃത്തിയില്ല. ഹൈക്കോടതിക്ക് അങ്ങനെ ഒരു സംതൃപ്തി ഉണ്ട്, ശരിയാണ്. ഹൈക്കോടതിയിൽ തന്നെ മറ്റൊരു ബെഞ്ച് ഈ അന്വേഷണത്തെ സംബന്ധിച്ച് രൂക്ഷമായ ഭാഷയിൽ അഭിപ്രായ വ്യത്യാസം പറയുകയും ചെയ്തിട്ടുണ്ട്. പോട്ടെ, ഇത് കേസ് നോക്കുന്ന മോണിറ്റർ ചെയ്യുന്ന ഡിവിഷൻ ബെഞ്ചിന് ഈ കേസന്വേഷകരിൽ സംതൃപ്തിയുണ്ട്. ഈ കേസന്വേഷണം ശരിയായ ദിശയിലാണ് പോണത്. 90 ദിവസം കൊണ്ട് ജാമ്യം കിട്ടി എന്നുള്ളത് കൊണ്ട് പ്രതികൾ രക്ഷപ്പെട്ടു എന്ന് അർത്ഥമാക്കേണ്ട. പ്രതികൾ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല, ഞങ്ങൾ ഈ കേസിൻ്റെ പുറകിൽ തന്നെയുണ്ട് എന്ന ഒരു ആശ്വാസ വാക്ക് ഹൈക്കോടതി എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടൊക്കെ അത് വിശ്വസിക്കാം. കാരണം നിയമ സംവിധാനങ്ങളെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മൾ. പക്ഷേ അപ്പോൾ പോലും ഉയരുന്ന ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ഹൈക്കോടതിയാണ് നിവൃത്തി തരേണ്ടത്. ആ സംശയങ്ങൾ എന്താണ്? ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടില്ല SITയോട് ചാർജ് ഷീറ്റ് കൊടുക്കേണ്ടതെന്ന്. ഈ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം എന്താണ്? ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിലെ മുഖ്യപ്രതിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികൾ അതിൽ തെളിവില്ല എന്ന് പറഞ്ഞ് വിട്ടയച്ചത് ശ്രീകുമാറിനെ മാത്രമാണ്. മുരാരി ബാബു ആയാലും സുധീഷ് കുമാർ ആയാലും സ്വാഭാവിക ജാമ്യം നേടിപ്പോയവരാ. ശ്രീകുമാർ മാത്രമാണ് തെളിവില്ല, ശ്രീകുമാറിനെതിരെ തെളിയിക്കാവുന്നതൊന്നും ഒരു കുറ്റവും ചാർത്താനായിട്ട് SITക്ക് കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ തെളിവുകളില്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്കെതിരെ തെളിവുകളുണ്ട്, പക്ഷേ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ചാർജ് ഷീറ്റ് കൊടുക്കാൻ തടസ്സമാവുന്നത് എന്താണ്? 2-3 കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് നോക്കണം. ഒന്ന്, ചാർജ് ഷീറ്റ് കൊടുക്കാൻ SITക്ക് തടസ്സമാവുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയ ബന്ധമാണോ? ഹൈക്കോടതിയെ സംബന്ധിച്ച് ആ മേഖലയിലേക്ക് അവർ കിടക്കുന്നില്ല. ഹൈക്കോടതി അന്വേഷണത്തിൻ്റെ രീതിയും ആ മുന്നോട്ടുള്ള പോക്കിനെയും കുറിച്ച് സംതൃപ്തി രേഖപ്പെടുത്തുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മളെപ്പോലുള്ളവർക്ക് ഉണ്ടാകുന്ന സംശയം, എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ചാർജ് ഷീറ്റ് കൊടുക്കാൻ SITക്ക് തടസ്സമായിട്ടുള്ളത്? ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഈ പ്രതികൾക്കെതിരെ. അത് പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിലെ 1-ാം പ്രതിയാണ്. ഈ ഗൂഢാലോചനയിൽ വളരെ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്, നേരിട്ട് കുറ്റകൃത്യം നടത്തിയിട്ടുള്ള ആളാണ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കോടതി തന്നെ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ എന്തുകൊണ്ടാണ് ചാർജ് ഷീറ്റ് കൊടുക്കാൻ വൈകുന്നത്? അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയ ബന്ധമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരണ തീരും വരെ ജയിലിൽ കിടക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ പോകേണ്ടത് എപ്പോഴാണ്? ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ പോകേണ്ടത് വിചാരണയിൽ 4, 5, 6 വർഷം കഴിഞ്ഞ് വരുന്ന വിചാരണ. ആ വിചാരണയിൽ കുറ്റവാളിയാണെന്ന് കണ്ടാൽ മാത്രം ജയിലിൽ പോയാൽ മതി ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ പോകും. മറിച്ച് നമ്മളിപ്പോൾ ഈ 90 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ? വിചാരണ തീരും വരെ ആ പ്രതി ജയിലിലാവണം, ജയിലിൽ കിടക്കണം. കാരണം അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ശബരിമല പോലുള്ള ഒരു പവിത്രമായ കോടാനുകോടി ജനങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആ ക്ഷേത്രത്തിലെ കുറ്റവാളിയാണ്.
ആ കുറ്റകൃത്യത്തിലെ കുറ്റവാളിയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറയാം. ഈ SITക്ക് ഇവർ വിചാരണ തീരും വരെ ജയിലിൽ കിടക്കണമെന്ന് താല്പര്യമില്ല. അതിൻ്റെ കാരണം ഈ പ്രതികളിൽ 9 പേര് സർക്കാർ ജീവനക്കാരാ. സർക്കാരിൻ്റെ അനുവാദം ചോദിച്ചിട്ട് പോലുമില്ല SIT. ഇവർക്കെതിരെ ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന് മുമ്പ് സർക്കാരിൻ്റെ അനുവാദം വാങ്ങണം, എന്നാൽ മാത്രമേ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റൂ. അങ്ങനെ ഒരു അനുവാദത്തിന് വേണ്ടി SIT ആരെയും സമീപിച്ചിട്ടില്ല, സർക്കാരിൻ്റെ ഒരു സംവിധാനങ്ങളെയും സമീപിച്ചിട്ടില്ല. അപ്പോൾ SITക്ക് ഈ പ്രതികൾ ആരും തന്നെ ഏറെക്കാലം ജയിലിൽ കിടക്കേണ്ടവരാണ് എന്ന് തോന്നുന്നേയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം SIT ഈ മല എലിയെ പ്രസവിച്ച പോലെയാണ് എന്നാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ കാണുന്നത്. ഹൈക്കോടതി തൃപ്തിയാണ്, ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വളരെ സന്തോഷം, ഹൈക്കോടതിയുടെ വാക്കുകളെ ഞാൻ തള്ളിക്കളയുന്നൊന്നുമില്ല. പക്ഷേ എന്നെപ്പോലുള്ള ആളുകളുടെ സംശയം, ഈ മല എലിയെ പ്രസവിച്ച പോലെ ഇതുവരെ തൊണ്ടി മുതൽ പോലും കണ്ടെത്താൻ കഴിയാത്തൊരു അന്വേഷണ സംഘം ആണ് കവർച്ചക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരിക്കുന്നത്. തൊണ്ടി മുതൽ കണ്ടെത്താതെ ഒരു കവർച്ചാ കേസ് അന്വേഷണത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ കേസിൻ്റെ ഗ്രാവിറ്റി എന്തോരമുണ്ട്, അതിൻ്റെ റിലവൻസ് എന്തോരമുണ്ട്, അത് എത്ര കണ്ട് നിലനിൽക്കും എന്നുള്ളതൊക്കെ നമുക്ക് ട്രയലിൽ വരുമ്പോൾ ബോധ്യമാവും. അതത്ര കണ്ട് ദുർബലമാവുന്ന ഒരു കേസായിട്ടത് മാറാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ കേസന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് പൊതുസമൂഹത്തെ തോന്നിപ്പിക്കാൻ തരത്തിൽ ചില പരാമർശങ്ങൾ കോടതി നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഈ കേസിനെ നിലനിർത്തുന്ന പ്രതികളെ ശിക്ഷിക്കപ്പെടാവുന്ന സാഹചര്യം ഇപ്പം നിലവിലുണ്ട് എന്ന് പ്രഥമ ദൃഷ്ടിയാൽ എന്നെപ്പോലുള്ള ഒരു വ്യക്തിക്ക് സംശയമുണ്ട്. അനിൽ നമ്പ്യാർ, പ്രതികൾക്ക് എല്ലാവർക്കും രക്ഷപ്പെടാവുന്ന എല്ലാ പഴുതുകളും ഈ കേസിൽ നിലനിൽക്കുന്നു എന്നുള്ളത്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാൻ എനിക്കറിയാം, അത് ഏതൊക്കെ ഭാഗത്താണ് അതിൻ്റെ ലൂപ്പ് ഹോൾസ് ഉള്ളത് എന്നുള്ളത്. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാനത് മുഴുവൻ വെളിപ്പെടുത്തുന്നു എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും അത്തരത്തിൽ പ്രതികൾക്ക് രക്ഷപ്പെട്ടു പോകാവുന്ന തരത്തിലുള്ള ഒരു കേസന്വേഷണമായിട്ടാണ് ഈ കേസ് നടക്കുന്നത്. തന്ത്രിയുടെ അറസ്റ്റോട് കൂടിയിട്ട് ഈ കേസന്വേഷണം നിലച്ച മട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ 2025 കേസ് SIT അന്വേഷിക്കുന്നുണ്ട്. ആ SITയുടെ അന്വേഷണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2019 ഇതേ കൊള്ള സംഘത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതേപോലെ ഗോവർദ്ധൻ, അതേപോലെ പങ്കജ് ഭണ്ഡാരി, അവരാണ് 2019 കൊള്ള സംഘം. ആ കൊള്ള സംഘത്തെ തന്നെ മെയിൽ അയച്ച് വരുത്തി, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മെയിൽ അയച്ച് വരുത്തി 2025 ഇത് സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ പുറത്തേക്ക് വിടാൻ ശ്രമിച്ചപ്പോൾ തിരുവാഭരണം കമ്മീഷണർ എന്താ പറഞ്ഞത്? ഇപ്പോഴത്തെ തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞത് ഇവർക്ക് ഈ സ്മാർട്ട് ക്രിയേഷൻസ് പങ്കജ് ഭണ്ഡാരിക്ക് ഈ പണി ചെയ്യാനുള്ള വൈദഗ്ധ്യമില്ല എന്ന് എഴുതി വെച്ച ആളാണ്. പിന്നെ എങ്ങനെ 8 ദിവസം കഴിഞ്ഞപ്പോൾ അത് തിരുത്തി? ആരുടെ സമ്മർദ്ദം കൊണ്ട് തിരുത്തി? ആർക്ക് വേണ്ടി തിരുത്തി? അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അന്നത്തെ ഭരണസമിതിക്കും തമ്മിലുള്ള ബന്ധം ഉണ്ടായിരുന്നോ? ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ സംശയങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വവുമായിട്ട്, ഭരണസമിതിയുമായിട്ട്, CPM നേതൃത്വവുമായിട്ട് ഒക്കെ നിലനിൽക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തു വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ഈ കേസന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് ഹൈക്കോടതി പറയുമ്പോഴും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഹൈക്കോടതിയുടെ ആ ബഹുമാനപ്പെട്ട ഒരു കോടതിയുടെ വാക്കുകളെ അതിൻ്റെ മുഖവിലേക്ക് എടുക്കുമ്പോൾ പോലും ഈ തരം ചോദ്യങ്ങൾക്ക് ഹൈക്കോടതിക്ക് പോലും ഉത്തരം നൽകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്.